ഹലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മളിതുവരെ എക്സ്റ്റീരിയർ ഒന്നും മറ്റേ റെൻഡർ ചെയ്തൊന്നും ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഒരു എക്സ്റ്റീരിയർ മോഡൽ എടുത്തേക്കും. ഇത് മറ്റേ സ്കെച്ചപ്പ് CG ടിപ്സ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് നേരെ ഡൗൺലോഡ് ചെയ്ത ഒരു എക്സ്റ്റീരിയർ മോഡലാണ്. ആ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മോഡൽസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഫർണിച്ചർ ആയിക്കോട്ടെ, ഇതേപോലെ ഫുൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള വീടുകളായിക്കോട്ടെ, ഇൻറ്റീരിയർ മാത്രമുള്ള അതിൻ്റെ ബെഡ്റൂമോ ലിവിങ് റൂമോ കിച്ചണോ അങ്ങനെ എന്ത് വേണമെങ്കിലും മോഡലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അടിപൊളി ഒരു സൈറ്റാണത്. അപ്പോൾ ആ സൈറ്റിൽ നിന്ന് എടുത്ത ഒരു വീടാണ്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ മോഡലൊക്കെ വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് പൊക്കാണ്. അതൊക്കെ ഒന്ന് നമുക്ക് കളയാം. ഇവിടെയും കുറേ ഇതൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് D5 ആഡ് ചെയ്യാം. ഇവിടെയും കുറച്ച് ഇതൊക്കെ ഇരിപ്പുണ്ട്, അതൊന്നും വേണ്ട. ബാക്കി മോഡലൊക്കെ പക്കയാണ്, അത് നമുക്ക് അത്രയും മതി. ബാക്കിയെല്ലാം നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ക്ലീനായി. നമുക്ക് D5 പോകാം. എക്സ്റ്റൻഷൻ വഴി കണക്ട് D5 റെൻഡർ കൊടുക്കുക. നേരെ ഓണാവും. ഇപ്പോൾ ലൈവ് സിങ്ക് ആയിരിക്കും. ഞാൻ ലൈവ് സിങ്കാണ് യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അവിടെയും ചേഞ്ച് വരുത്തും. എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊടുക്കാൻ ചിലപ്പോൾ ഉണ്ടാവും. മെറ്റീരിയൽ ഇടുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു മെറ്റീരിയൽ ഒരു സ്ഥലത്ത് ഇടുമ്പോൾ വേറെ സ്ഥലത്ത് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവുന്നു. അതായത് സ്കെച്ചപ്പിൽ നമ്മൾ ഒരേ മെറ്റീരിയൽ രണ്ട് സ്ഥലത്തൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ ചാടി പിടിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഞാൻ തൽക്കാലം ഒരു ഇതിൽ സീൻസ് ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് സീൻസ് കൂടെ സിങ്ക് ചെയ്യാം. 2-3 സീൻസ് വന്നിട്ടുണ്ട്. പ്രശ്നമാണ് അതിൽ സ്കെച്ചപ്പിലെ സീനായതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് ബാക്കിലോട്ട് പോയി ഫോക്കൽ ലെങ്ത് ഒരു 75 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ വീട് കാണാം. വിഷയില്ല. അങ്ങനെ ഒരു 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവും കൂടി ഇട്ടാൽ ഓക്കെ. ഇതാണ് നമ്മുടെ വീട്. കണ്ടല്ലോ. അപ്പോൾ ഇപ്പം തന്നെ കാണാൻ കുഴപ്പമില്ല, നല്ല ആകാശമൊക്കെ ഉള്ളതുകൊണ്ട്. വെറുതെ ടൈം കൊടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വെയിലടുപ്പിക്കുന്നൊക്കെ മാറ്റിയൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് റെഡിയാക്കണം. പറ്റുവാണെങ്കിൽ മെറ്റീരിയലൊക്കെ ഒന്ന് ഇടാം. വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പെയിൻറ്റ് ഇപ്പോൾ ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഗ്ലാസ്സിനെ ഞാനൊന്ന് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ബ്ലൂ എടുക്കുന്നത്, ഞാനൊന്ന് ഗ്ലാസ് ആക്കി തന്നെ ഇട്ട് നോക്കാം. നമ്മുടെ നോർമൽ ഗ്ലാസ് ഉണ്ട്, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്ലാസ്സായി. ഭാഗത്തെ കാർട്ടനൊക്കെ കാണാം. ഓക്കെ, പിന്നെ എന്താ, നമ്മുടെ ഇതൊക്കെ പുല്ലല്ലേ. നമുക്ക് ക്ലിക്ക് ചെയ്യുക, മെറ്റീരിയൽ ടെംപ്ലേറ്റിൽ പോവുക, ഗ്രാസ് കണ്ടോ, ഗ്രാസ് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഗ്രാസ് ആവും. നമുക്ക് ഇഷ്ടമുള്ള ഗ്രാസിലേക്ക് മാറ്റാം. തൽക്കാലം അത് കിടക്കട്ടെ, കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ വേണം. ഭയങ്കര പച്ചപ്പല്ലേ. സെലക്ട് ചെയ്യുന്നു, ബേസ് കളറിൽ പോകുന്നു, ഒന്ന് ഡാർക്കാക്കാം. ഓക്കെ, മരങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിലുള്ളൊരു പ്രത്യേകതയാണ്, നമുക്ക് ഈ അസറ്റ്സിൽ മോഡൽസിൽ നേച്ചറിൽ ബ്രോഡ് ലീഫിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളുണ്ട്. ഇവിടെ ഒരു ബ്രഷ് ടൂളുണ്ട്. ബ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 6 മരങ്ങൾ പിക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു മരം, ഇതും ഇവിടെയാണ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒന്ന് വന്നു, സെലക്ട് ചെയ്യുക, 2 ഇതും വലിയ കുഴപ്പമില്ല. ഇത് ഇരിക്കട്ടെ. ഇതിങ്ങനെ അത് സെലക്ട് ചെയ്യുക, ഡൗൺലോഡായ അത് സെലക്ട് ചെയ്യാം. പിന്നെ ഇതും വലിയ കുഴപ്പമില്ലല്ലോ, അതിരിക്കട്ടെ. അപ്പം അങ്ങനെ ഇതെടുക്കാം. ഡൗൺലോഡ് ആവാൻ പാട് വിടുന്നു. വേറൊന്നും എടുക്കാം നമുക്ക് തൽക്കാലം. ഇതും കുഴപ്പമില്ല, ഇതിരിക്കട്ടെ. ഇതും വലിയ കുഴപ്പമില്ല, ഇതിരിക്കട്ടെ. കണ്ടോ, ഒരു 6 വരെ അതിൻ്റെ റേഡിയസ് കൂടി. ഇത് ബ്രഷ് ടൂളാണ്. കണ്ടോ, ഇങ്ങനൊരു സാധനം വരും. ഇത് ക്ലിക്ക് ചെയ്യുന്ന അവിടെയൊക്കെ ഈ മരങ്ങൾ വന്നോളും. ഞാനിപ്പോൾ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം എടുക്കും ലോഡാവാനായിട്ട്. ഒരു 5-6 മരം ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് റാൻഡമായിട്ട് വരാനുള്ളതുകൊണ്ട്
ആദ്യത്തെ ക്ലിക്ക് സമയമെടുക്കും, പിന്നെ എല്ലാം കണ്ടോ അങ്ങനെ കുറച്ച് മരങ്ങൾ വന്ന്. ഇത് പക്ഷെ ഭയങ്കര അടുത്താണ് വരുന്നത്, നമുക്ക് ഇങ്ങനെ വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റേസർ എടുത്തിട്ട് നിങ്ങളെ അതോടെ ഇരുന്നോട്ടെ. നിങ്ങളെ ഇത് ബ്രഷ് കൊടുക്കുമ്പോൾ ഡെൻസിറ്റി ഇച്ചിരി കുറച്ച് കൊടുത്താൽ മതി. കുറച്ച് അകന്നൊക്കെ വരുമില്ല, നമുക്കധികം സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാം അടുത്തടുത്താണ് വരുന്നത്. നമുക്കെടുത്ത് ആവശ്യമില്ലാത്ത നമുക്ക് കളയാം, നല്ല വീടെ. ഇങ്ങനൊരു പരിപാടി ഉണ്ട്, പക്ഷെ ഞാനിത് ചെയ്യാറില്ല. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. ഞാൻ പൊതുവെ ഇവിടെ പോയി ഒരു തെങ്ങ് വേണമെങ്കിൽ പാമ്പിൽ പോവും. പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ അറിയണം. അതായത് ഒരു കോക്കസ് ന്യൂസിഫറ എന്നും പറഞ്ഞ് തെങ്ങിൻ്റെ പേര്. അത് തന്നെ 2-3 തെങ്ങുള്ള ഒറ്റ ഒരു മോഡലുണ്ട്. എനിക്കിപ്പോഴും അതാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, കോക്കസ് ന്യൂസിഫറ. അതെടുക്കുന്നു. നമ്മുടെ തൽക്കാലോട് പുറകിലേക്കിട്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ടായാൽ മതിയല്ലോ. പിന്നെ നമുക്കെന്താ ചെയ്യാൻ പറ്റാം, ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായി, പക്ഷെ അത് കാണുമോ എന്നറിയില്ല. എന്താണേലും കൊടുത്ത് നോക്കാം. പുല്ല് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പുല്ല് വന്നിട്ടുണ്ട്, കണ്ടോ. ഞാൻ ഒരു സ്ഥലത്തേ പുല്ലിട്ടുള്ളൂ, പക്ഷേ കെച്ചപ്പിൽ ഗ്രാസ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്ന അവിടെയൊക്കെ വന്നു. എടുക്കട്ടെ തൽക്കാലം. കണ്ട് ഇങ്ങോട്ടൊക്കെ പുല്ല് കയറി വന്നിരിക്കണം. എന്താണെന്ന് വെച്ചാൽ കെച്ചപ്പിൽ ഇതിൻ്റെ അടിയിലൊക്കെ പുല്ല് കിടപ്പുണ്ടായിരുന്നു. മോഡലുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റായിരിക്കണം എല്ലായിടത്തും. പിന്നെ ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് മരം വെച്ച് ഇവിടേക്ക് ബ്ലാങ്കായിട്ട് കിടക്കുന്ന ഒരു കാര്യം ചെയ്യാം. ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. ഇവിടെ മോഡലിൽ കൊണ്ട് ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കുറച്ച് മരങ്ങൾ ബിൽഡിങ്സൊക്കെ ആയിട്ട് തൽക്കാലം ഒരു ബാക്ക് ഡ്രോപ്പ് കൊണ്ട് വെക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ കാണണ്ട, അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സീനൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് വരുന്നു. ഞാൻ 75 ആക്കുന്നു. 75 അല്ല, ഇത് 75. ഓക്കെ, പുതിയൊരു സീൻ ആഡ് ചെയ്യുന്നു. ഇത് ആര് ക്ലിക്ക് ചെയ്ത് അങ്ങനെ വന്നോളൂല്ലോ. ഇതാണ് നിങ്ങളെ വീട്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ, വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഇതൊക്കെ വെച്ചു അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇവിടെ ഒരു മരം കൂടി വയ്ക്കാം. ഇതന്നെ ഇരിക്കട്ടെ. ഓക്കെ, ചുമ്മാ ഉണ്ടാക്കിയതാട്ടോ, വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഒരു HPയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കുറച്ച് മരങ്ങൾ വെച്ച് ഇവിടെ ക്ലാസ് ഇട്ടു. വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല പറയുകയാണെങ്കിൽ. ഇനി കുറച്ച് പ്രീസെറ്റുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ ഇപ്പോൾ സൺസെറ്റ് എന്താ അവസ്ഥ, സൺസെറ്റായി. വെയിൽ വേണമെങ്കിൽ അടുപ്പിക്കാം, ഉണ്ടെങ്കിൽ നമുക്ക് സൂര്യനെ കറക്കി അടുപ്പിക്കാം. കേട്ടോ, മഞ്ഞ മഴയുണ്ട്, മഞ്ഞ നിറം വേണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വെളുപ്പിച്ചെടുക്കാം. ഉണ്ടോ ഇങ്ങനെ. ഇത് തിരക്കിട്ടില്ലാത്തൊരു ഷോട്ടാണ്, ഇരിക്കട്ടെ. നമുക്ക് ആ സീൻ ആഡ് ചെയ്ത് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് അത് വേണ്ട, ഒരു രാവിലെ ഡോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയുണ്ട്, വെളുപ്പിനെയുള്ള ലുക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇങ്ങനെ എടുക്കാം. അതോ ഇനി കുറച്ച് മൂടിക്കെട്ടി നിൽക്കണം, കണ്ട ക്ലൗഡി എന്നൊക്കെ പറഞ്ഞുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ അതും എടുക്കാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൗഡി ഡൗൺലോഡ് സമയം എടുക്കുന്നുണ്ട്, നമുക്ക് വേറെ നോക്കാം. ഉണ്ടായല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ക്ലൗഡി ഇടുമ്പോഴാണ് മിക്കപ്പോഴും എനിക്കും ഒരു റിയലിസ്റ്റിക് എന്നല്ല, കുറച്ചും കൂടി ഭംഗി തോന്നാറ്. ഇത് നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനുള്ള ഒരു
ഏരിയ ഇത് എഫക്റ്റ് എന്ന് പറഞ്ഞ് എല്ലാം കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോ, വൈറ്റ് ബാലൻസ്, ടിൻറ്റ്, ലെൻസ് ഫ്ലെയർ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഇത് എൻവയോൺമെൻറ്റിൽ പോയാൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അത് വെയിലൊക്കെ ഒന്ന് ഒളിച്ചു കൊടുത്താൽ കുഴപ്പമില്ലായിരിക്കട്ടെ. അങ്ങനെയാണ്. ഇനി ആകാശം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആകാശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ കുറേ വേറെ HDRI കളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് HDRI കൊണ്ടുവന്ന് ഇടാം. HDRI ഒക്കെ കുറേ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. തൽക്കാലം ഒരു ക്ലൗഡിയൊക്കെ ഇട്ട് നോക്കിയാൽ ഉണ്ടോ, ഒരു മഴക്കാരൊക്കെ വെച്ചുള്ള ലുക്ക് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല രാവിലെ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ മിഡ് ഡേ ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഭംഗിയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു എന്താ നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു മോഡൽ ഇമ്പോർട്ട് ചെയ്തു, കുറച്ച് മരങ്ങൾ വെച്ചു, പുല്ലിട്ട് കൊടുത്തു, ഗ്ലാസ്സിന് മെറ്റീരിയൽ കൊടുത്തു, നേരെ റീസെറ്റ് എടുത്തിട്ടു മോഡൽ. നമ്മൾ സ്കെച്ചപ്പിലുണ്ടാക്കുന്ന മോഡൽ വൃത്തിക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ അധികം പണിയൊന്നും എടുക്കാണ്ട് നല്ലൊരു ഫോട്ടോ നമുക്ക് റെൻഡർ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇപ്പം റെൻഡർ ചെയ്ത് ഇപ്പം ഞാൻ ഇവിടെ ഒന്നും ട്രെയിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്ത് റെൻഡർ ചെയ്യാം. ഒരു 4K വല്ലൊക്കെ ഇട്ട് ഒന്ന് റെൻഡർ ചെയ്താൽ ശരിയുടെ നോക്കാം. ഹലോ, നമ്മുടെ 4K ഇമേജ് റെൻഡർ ആയിട്ടുണ്ട്. 2 മിനിറ്റ് 21 സെക്കൻഡാണ് എടുത്തത്. ഒന്നത് നമുക്ക് ഓപ്പണാക്കി നോക്കാം. ഉണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. വലിയ കുഴപ്പമില്ല, നമ്മൾ പറയണമെങ്കിൽ ഒന്നും ചെയ്യാണ്ട് തന്നെ നല്ലൊരു ഇത് കിട്ടി എന്ന് പറയാം അല്ലേ. ഒന്ന് സൂം ചെയ്താലൊക്കെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഇതിനെ തന്നെ നമുക്ക് പിന്നെയും ഒരുപാട് ടച്ചപ്പ് ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മെറ്റീരിയൽ ഇട്ട് കൊടുക്കുക, നമ്മളെല്ലായിടത്തും കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോകളിൽ നമ്മൾ ഇൻഡെപ്തായിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ ഉള്ള വീഡിയോകളിൽ ഇൻട്രോ ആയിരുന്നു. നമ്മൾ എന്താണ് D5, എങ്ങനെയാണ് ഇതിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, ലൈവ് സിങ്ക് ഓൺ ആക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത്. അതുപോലെ തന്നെ എന്തൊക്കെ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അങ്ങനെയൊക്കെയാണ് കണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു വീടിനെ ഫുൾ മെറ്റീരിയലെല്ലാം ആഡ് ചെയ്ത് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെ നല്ല ഒരു ഫോട്ടോ ആക്കി എടുക്കാം എന്ന് നമുക്ക് കാണാം. അകത്തൊരു കാറൊക്കെ ഇടാം, പുറത്ത് കൂടി ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ ആയിട്ടൊക്കെ വീഡിയോ വാക്ക് ത്രൂ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഇനിയുള്ള വീഡിയോകൾ ഇപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.